ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, തുല്യതയില്ലാത്ത വെല്ലുവിളികളിലൂടെയാണ് സമുദായവും രാജ്യവുമെല്ലാം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, വഖഫ് നിയമത്തെ ഭേദഗതി ചെയ്യാനുള്ള തകൃതിയായ നീക്കങ്ങൾ നമ്മുടെ രാജ്യത്തിപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. സഹോദരങ്ങളെ, എന്താണ് വഖഫ് നിയമം? മൂലധനത്തെ സ്ഥായിയായി നിലനിർത്തിക്കൊണ്ട് പ്രയോജനവും ആദായവും ജനങ്ങൾക്ക് എല്ലാ കാലത്തും പ്രയോജനപ്പെടുത്താവുന്ന രീതിയിൽ ഒരു വ്യക്തി തന്റെ സമ്പത്ത് ദാനം ചെയ്യുന്നതിനാണ് ഇസ്ലാമിന്റെ ഭാഷയിൽ വഖഫ് എന്ന് പറയുന്നത്. ഭൗതികമായ എന്തെങ്കിലും താല്പര്യത്തിന് വേണ്ടിയല്ല ആളുകൾ വഖഫ് നിർവഹിക്കുന്നത്, അതല്ലെങ്കിൽ ഇത്തരം ദാനങ്ങൾ ചെയ്യുന്നത്. മറിച്ച് മനുഷ്യന്റെ പാരത്രികമായ വിജയത്തെ മുൻനിർത്തിക്കൊണ്ടുള്ള ദാനമാണ്. സഹോദരങ്ങളെ, അങ്ങനെ ദാനം ചെയ്ത വസ്തുക്കളാണ് നമ്മുടെ മസ്ജിദുകളും അതുപോലെ തന്നെ മദ്രസകളും നമ്മുടെ യതീംഖാനകളും എല്ലാം അത്തരത്തിൽ ദാനം ചെയ്തിട്ടുള്ള സ്ഥാപനങ്ങളാണെന്ന്, വഖഫ് ദാനമായിട്ടുള്ളതാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. നമുക്കെല്ലാം അറിയാവുന്ന കാര്യമാണ് സഹോദരങ്ങളെ. അതുപോലെ തന്നെ കുടിവെള്ളം വഖഫ് ചെയ്യുന്ന ആളുകളുണ്ട്, അതുപോലെ തന്നെ പൊതുജനങ്ങൾക്കുള്ള മറ്റ് സൗകര്യങ്ങൾ വഖഫ് ചെയ്യുന്ന ആളുകളുണ്ട്. ഇങ്ങനെയുള്ള വഖഫുകളെല്ലാം തന്നെ ധാരാളമായിട്ട് ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. വഖഫിനെ സംബന്ധിച്ച് പറയുമ്പോ അത് അള്ളാഹുവിന്റെ ധനമാണ്, അത് മാലുള്ളയാണ്. അൽ വഖഫു മാലുള്ള, വഖഫ് എന്ന് പറഞ്ഞാൽ അത് അള്ളാഹുവിന്റെ ധനമാണ്. അള്ളാഹുവിന്റെ ധനം എന്ന നിലയ്ക്ക് അത് അങ്ങേയറ്റം ജാഗ്രതയോടെ കൈകാര്യം ചെയ്യാനാണ് സഹോദരങ്ങളെ, സഹോദരിമാരെ, നമ്മുടെ രാജ്യത്ത് വളരെ വ്യക്തവും കൃത്യവുമായ വഖഫ് നിയമങ്ങൾ ഉള്ളത് എന്നുള്ളതാണ്. എന്നാൽ ഈ നിയമങ്ങളിൽ വലിയ ഭേദഗതികൾ വരുത്തുന്ന ബില്ലാണ് പാസാക്കാൻ പോകുന്നത്. ബില്ലിന്റെ വിശദാംശങ്ങളിലേക്ക് കൂടുതലായി കടന്നു പോവാൻ സാധിക്കില്ലെങ്കിലും ചില കാര്യങ്ങൾ സൂചിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, കേന്ദ്ര വഖഫ് കൗൺസിലിലും സംസ്ഥാന വഖഫ് ബോർഡുകളിലും വഖഫ് ട്രൈബ്യൂണലുകളിലും അമുസ്ലിം അംഗങ്ങൾ ഉണ്ടാകണമെന്ന നിബന്ധന വെച്ചിരിക്കുകയാണ് പുതിയ ബില്ലിൽ. സഹോദരങ്ങളെ, വിശ്വാസികളാണ് വഖഫ് സ്വത്തുക്കൾ കൈകാര്യം ചെയ്യേണ്ടതെന്നത് ഖുർആനിന്റെ തത്വമാണ്. ആ തത്വത്തിനെതിരാണ് യഥാർത്ഥത്തിൽ പുതിയ ബില്ലിലെ ഇത്തരം പരാമർശങ്ങൾ എന്ന് പറയുന്നത്. വിശുദ്ധ ഖുർആൻ പറയുന്നത് എന്താണ്? ഇന്നമാ യഅ്മുറു മസാജിദല്ലാഹി മൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിർ. നിശ്ചയം അല്ലാഹുവിന്റെ പള്ളികളെ പരിപാലിക്കേണ്ടത്, വഖഫ് സ്വത്തുക്കൾ കൈകാര്യം ചെയ്യേണ്ടത് അല്ലാഹുവിൽ വിശ്വസിക്കുന്നവരും അന്ത്യദിനത്തിൽ വിശ്വസിക്കുന്നവരും നമസ്കരിക്കുന്നവരും അതുപോലെ തന്നെ സകാത്ത് കൊടുക്കുന്നവരും അല്ലാഹുവിനെ മാത്രം ഭയപ്പെടുന്നവരുമായ ആളുകളാണ്. അവരാണ് വഖഫ് സ്വത്തിനെ കൈകാര്യം ചെയ്യേണ്ടതെന്ന് വളരെ കൃത്യമായിട്ട് വിശുദ്ധ ഖുർആനിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുള്ള സംഗതിയാണ്. സഹോദരങ്ങളെ, അത്തരം പരാമർശങ്ങൾ ഖുർആനികമായ വചനങ്ങൾക്ക് എതിരായ പല കാര്യങ്ങളും ഈ ബില്ലിലുണ്ടെന്ന് തിരിച്ചറിയാൻ നമുക്ക് സാധ്യമാവേണ്ടതുണ്ട്. അതുപോലെ തന്നെ ദൈവമാർഗത്തിൽ വഖഫ് ചെയ്യാൻ ഏത് മുസ്ലിമിനും അവകാശമുണ്ടെന്നിരിക്കെ ബില്ലനുസരിച്ചുകൊണ്ട് പുതുതായി ഇസ്ലാം സ്വീകരിച്ചവർക്ക് 5 വർഷം കഴിഞ്ഞ് മാത്രമേ വഖഫ് ചെയ്യാൻ കഴിയൂ എന്നുള്ളതാണ്. വളരെ വിശദമായ ഭേദഗതിയാണ് വന്നിട്ടുള്ളത്. അതിൽ നിന്ന് 2 ഉദാഹരണങ്ങൾ മാത്രമാണ്. ഇങ്ങനെ എത്രയോ കാര്യങ്ങൾ ഉമ്മത്തിന്റെയും അതുപോലെ തന്നെ വഖഫിന്റെയും താല്പര്യത്തിന് നിരക്കാത്ത എത്രയോ കാര്യങ്ങൾ പുതിയ ബില്ലിലുണ്ട് എന്നുള്ളതാണ്. ഈ ബില്ല് പാസ്സായി കഴിഞ്ഞാൽ വഖഫ് സ്വത്തുക്കൾ നഷ്ടപ്പെടുന്നതിനത് കാരണമാവും. അതുപോലെ തന്നെ ഓരോ കാലഘട്ടത്തിലും ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾക്ക് വഖഫ് സ്വത്തുക്കളിൽ ഇടപെടാൻ ഈ ബില്ല് കൂടുതൽ അവസരമൊരുക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് ഇത് നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്ന മതസ്വാതന്ത്ര്യത്തിന് എതിരായിട്ടുള്ള ബില്ല് കൂടിയാണെന്ന് അറിയിക്കുകയാണ് സഹോദരങ്ങളെ. മുസ്ലിങ്ങളടക്കമുള്ള എല്ലാ ജനവിഭാഗങ്ങൾക്കും അവരുടെ സാമ്പത്തികവും മതപരവുമായ അവകാശങ്ങൾ സംരക്ഷിക്കാൻ സ്വാതന്ത്ര്യമുണ്ടാവണം. നിലനിൽക്കുന്ന വഖഫ് നിയമം സഹോദരങ്ങളെ ഒരു ജനവിഭാഗത്തെയും പ്രയാസപ്പെടുത്തുന്നതല്ല, ഒരു ജനവിഭാഗത്തെയും ദ്രോഹിക്കുന്നതല്ല നിലനിൽക്കുന്ന വഖഫ് നിയമം എന്ന് പറയുന്നത്. അതുകൊണ്ട് നല്ല സ്നേഹ സമ്പർക്കങ്ങളിലൂടെയും സൗഹൃദ സംഭാഷണങ്ങളിലൂടെയും വഖഫ് നിയമവുമായിട്ട് ബന്ധപ്പെട്ട് ഉയർന്നു വന്നിട്ടുള്ള എല്ലാ അവ്യക്തതകളും എല്ലാ ആശങ്കകളും എല്ലാ പുകമറകളും നീക്കാൻ വിശ്വാസികൾക്ക് സാധ്യമാവേണ്ടതുണ്ട്. വജാദിൽഹും ബില്ലത്തി ഹിയ അഹ്സൻ, നിങ്ങൾ ഏറ്റവും നല്ലതിനെ പകരം നൽകിക്കൊണ്ടവരോട് സംവദിക്കണമെന്നാണ് വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു പറയുന്നത്. വിശ്വാസികൾ മാത്രമല്ല, രാജ്യത്ത് മതനിരപേക്ഷ ബോധമുള്ള മുഴുവൻ മനുഷ്യരും ഈ ബില്ലിനെതിരെ വിയോജിപ്പ് രേഖപ്പെടുത്തണമെന്നാണ് പറയാനുള്ളത്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, ഈദുൽ ഫിത്ർ
നമ്മുടെ സൗഹൃദങ്ങൾ ശക്തിപ്പെടുത്താനും നമ്മുടെ ബന്ധങ്ങൾ നന്നാക്കാനുള്ള അവസരം കൂടിയാണ്. കുടുംബ ബന്ധങ്ങളും അയൽപക്ക ബന്ധങ്ങളും ശക്തിപ്പെടുത്താൻ ഈ ദിനങ്ങളെ നമ്മൾ നന്നായി പ്രയോജനപ്പെടുത്തേണ്ടതുണ്ട്. മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിരി ഫല്യസിൽ റഹ്മ. ആരെങ്കിലും അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നുവെങ്കിൽ അയാൾ കുടുംബബന്ധം ചേർക്കട്ടെ. ആരെങ്കിലും അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നുവെങ്കിൽ ഫല്യുക്രിം ജാറ, അയാൾ അയാളുടെ അയൽക്കാരനെ സൽക്കരിക്കട്ടെ എന്നെല്ലാം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. സഹോദരങ്ങളെ, അതിനുള്ള ഏറ്റവും അസുലഭമായിട്ടുള്ള അതല്ലെങ്കിൽ സുവർണാവസരമാണ് ഈദുൽ ഫിത്തറിന്റെ ഇന്നത്തെ ദിനം എന്ന് പറയുന്നത്. പിണങ്ങി നിൽക്കുന്ന ആരെങ്കിലും നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടെങ്കിൽ അവരാരാണെങ്കിലും അവർക്ക് ഇണങ്ങാനുള്ള മൈതാനിയാണ് നമ്മുടെ ഈദ് മൈതാനി എന്ന് പറയുന്നത്. സഹോദരങ്ങളെ, സമ്പൂർണമായ ഒരു പരിവർത്തനത്തിലൂടെ ഒരു നവമനുഷ്യൻ രൂപപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. റമളാനിലെ 29 ദിവസത്തെ കടഞ്ഞെടുത്തിട്ടുള്ള ആത്മസംയമനത്തിന്റെയും തഖ്വയുടേതുമായ പരിശീലനത്തിലൂടെ ഒരു നവമനുഷ്യൻ രൂപപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. ആ നവമനുഷ്യനാണ് ഇന്ന് പുത്തൻ ഉടുപ്പുകളുമായി ഈ ഈദ് മൈതാനിയിലേക്ക് വന്നിട്ടുള്ളത്. സഹോദരങ്ങളെ, സിറിയൻ പണ്ഡിതനായിട്ടുള്ള ഡോക്ടർ മുസ്തഫ സിബായിയുടെ വാക്കുകളാണ് ഇവിടെ ഓർമ്മിപ്പിക്കാനുള്ളത്. അദ്ദേഹം പറഞ്ഞു, നിങ്ങളുടെ നാവുകൾ തക്ബീർ മുഴക്കുന്നത് പോലെ നിങ്ങളുടെ ഹൃദയങ്ങളും അത് മുഴക്കിയിരുന്നുവെങ്കിൽ ചരിത്രത്തിന്റെ ഗതി മാറ്റാൻ നിങ്ങൾക്ക് സാധ്യമായേന. പെരുന്നാൾ ആഘോഷിച്ചു കൊണ്ടിരിക്കുന്ന ജനതയോട് പറയാണ്, നിങ്ങളുടെ നാവുകൾ തക്ബീർ മുഴക്കുന്നത് പോലെ നിങ്ങളുടെ ഹൃദയങ്ങളും അത് മുഴക്കിയിരുന്നുവെങ്കിൽ ചരിത്രത്തിന്റെ ഗതി മാറ്റാൻ നിങ്ങൾക്ക് സാധ്യമായേന. നിങ്ങൾ ഹസ്തദാനം ചെയ്യുന്നത് പോലെ സ്നേഹം ദാനം ചെയ്യാൻ നിങ്ങൾക്ക് സാധ്യമായിരുന്നുവെങ്കിൽ ശൈഥില്യവും ഭിന്നിപ്പും നിങ്ങൾക്കിടയിൽ നിന്ന് നിർമാർജനം ചെയ്യപ്പെട്ടേന. ചുണ്ടുകളെ പോലെ മനസ്സും പുഞ്ചിരിച്ചിരുന്നുവെങ്കിൽ നിങ്ങൾ സ്വർഗസ്ഥരായേന. അഴകുള്ള വസ്ത്രങ്ങൾ അണിഞ്ഞതുപോലെ ഉത്കൃഷ്ട സ്വഭാവങ്ങൾ അണിഞ്ഞിരുന്നുവെങ്കിൽ നിങ്ങൾ ലോകത്തെ ഏറ്റവും നല്ല ജനതയായേന. സഹോദരങ്ങളെ, ഈ ഈദിന്റെ സന്തോഷം, ഈ ഈദിന്റെ ആശംസകൾ ജാതിമത വ്യത്യാസങ്ങളില്ലാതെ എല്ലാവർക്കും നേരാൻ നമ്മൾ തയ്യാറാവേണ്ടതുണ്ട്. നമ്മുടെ സഹോദര സമുദായാംഗങ്ങളുടെ വീടുകളിലേക്ക് നമ്മൾ അതിഥികളായി ചെന്നും അവരെ നമ്മുടെ വീട്ടുകളിലേക്ക് ക്ഷണിച്ചുകൊണ്ടും ഈദിന്റേതായിട്ടുള്ള സൗഹൃദ സംഗമങ്ങൾ ഉണ്ടാക്കിയുമെല്ലാം ഈ ഈദിന് നമ്മുടെ നാട്ടിലെ മതനിരപേക്ഷതയും അതുപോലെ തന്നെ മതസൗഹാർദ്ദവും ശക്തിപ്പെടുത്താനുള്ള ഒരവസരം കൂടിയാക്കി മാറ്റേണ്ടതുണ്ട്. റമളാനിലൂടെ നാം സംശീകരിച്ചിട്ടുള്ള റമളാനിയായിട്ടുള്ള ചൈതന്യവുമായിട്ട് ഈദ് ആഘോഷിക്കുവാനും തുടർന്നുള്ള ഒരു വർഷക്കാലം ജീവിക്കുവാനും തുടർന്നുള്ള ആയുഷ്കാലം മുഴുവൻ ജീവിക്കുവാനും അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലൂ അലൈഹി വസല്ലിമൂ തസ്ലീമാ.